ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് വറവോ പൊരിവോ എണ്ണയൊന്നും ആവശ്യമില്ലാതെ വീട്ടിലുള്ള ഏത്തപ്പഴം അരിപ്പൊടിയും മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്സ് എന്താണെന്ന് നോക്കാം. നല്ല സിമ്പിളാണ്, ഹെൽത്തിയാണ്. അതിന് ആദ്യം നമുക്ക് വേണ്ടത് ചീഞ്ചട്ടിയിൽ കുറച്ച് തന്നെ ഒഴിക്കണുള്ളൂ. നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നല്ല പഴുത്ത നേന്ത്രപ്പഴം 2 ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് നല്ലോണം പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. നമുക്ക് ഓണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം വീടുകളിൽ നേന്ത്രപ്പഴങ്ങൾ ബാക്കിയുണ്ടാവും. അതിനൊക്കെ ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തോനെ പഴമുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. അപ്പോൾ പിന്നെ പഴം ഒന്നും ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആ ശർക്കര ഉരുക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഉടഞ്ഞതിന് ശേഷം ശർക്കര ഉരുക്കിയത് ഒഴിക്കുക. എന്നിട്ട് ആ ശർക്കരയും പഴം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചാൽ അത് പഴം ഒന്നും കൂടി ഉടയും. നന്നായി ഉടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടിയിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ അതിന് നല്ല പഴുത്ത പഴന് നല്ലത്. എന്നിട്ട് അത് നന്നായി ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇടാം. വീട്ടിലുള്ളത് ശർക്കര തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ആ തേങ്ങ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് യോജിച്ച് വരുമ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്നും കൂടി യോജിപ്പിച്ച് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് നമുക്ക് അരിപ്പൊടി ഒരു പാത്രത്തിലെടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇടാം. നമ്മളെപ്പോഴും സ്വീറ്റ് എന്ത് ചെയ്യാലും കുറച്ച് ഉപ്പുണ്ടെന്ന് നല്ലതാണ്. അപ്പോൾ ഒന്നും കൂടി സ്വാദ് കൂടും. എന്നിട്ട് നമ്മൾക്ക് അതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുഴച്ച് കൊടുക്കുക. അതിൻ്റെ പാകം ചപ്പാത്തിക്ക് നമുക്ക് മാവ് കുഴക്കണ പോലെ പാകത്തിന് കുഴയ്ക്കുക. ഒരുവിധം അതിൽ തന്നെ വെള്ളം ഉണ്ടാവും, ഈ ശർക്കര ഉരുക്കിയ വെള്ളം. ഇനിയിപ്പോൾ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം അതിൽ തളിച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഇല ഉണ്ടെങ്കിൽ ഇലയിൽ പരത്തിയിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, കയ്യിൽ തന്നെ നമ്മൾ ഈ കുഴക്കട്ട പോലെ അമർത്തിയിട്ട് പിടിച്ചു കൊടുത്തിട്ട് നമുക്കത് ആവിയിൽ വേവിക്കാവുന്നതാണ്. രണ്ടായാലും എളുപ്പമാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. മധുരം, പഴത്തിൻ്റെ ഒരു മധുരം, തേങ്ങയും ഏലക്കായുടെ സ്വാദൊക്കെ ആയിട്ട് വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു 4 മണി പലഹാരമാണ്. ഈസിയാണ്, ഹെൽത്തിയാണ്, എണ്ണയൊന്നും ഇല്ലാത്ത കാരണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്.